ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ജർമ്മൻ ആൽഫബറ്റ്സിനെ കുറിച്ചാണ്. അപ്പം ഇംഗ്ലീഷിലെ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ 26 ആൽഫബറ്റ് ഉണ്ട്, A തൊട്ട് Z വരെ നമുക്കറിയാം. ജർമ്മനിൽ അതൊരു വ്യത്യാസമായിട്ട് കാണാനായിട്ടൊന്നുമില്ല. A തൊട്ട് Z വരെ സെയിം ആണ്. എങ്ങനെയാണോ ABCD എഴുതുന്നത് അതുപോലെ തന്നെയാണ് A തൊട്ട് Z വരെ. പക്ഷേ ഇതിനകത്തിലായിട്ട് എക്സ്ട്രാ ആയിട്ട് 4 സൗണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. അതിനെ പറയുന്നത് നമ്മൾ ആ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, ഊ ഉംലൗട്ട്, എസെറ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് ജർമ്മൻ ആൽഫബറ്റ്സ്. അപ്പോൾ നമ്മൾ ഇവിടെ ജർമ്മനിയിൽ ഓരോ നൗൺസിനും ആർട്ടിക്കിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിളിൽ 3 ജെൻഡേഴ്സ് ഓഫ് ജർമ്മൻ, ദർ, ദി, ദസ് എന്ന് പറയുന്ന, ദർ എന്ന് പറഞ്ഞാൽ മസ്കുലിൻ, ദി എന്ന് പറഞ്ഞാൽ ഫെമിനിൻ, ദസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ. അപ്പോൾ അങ്ങനെ ആർട്ടിക്കിൾസ് വെച്ചിട്ടാണ് ഓരോ നൗൺസും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആൽഫബറ്റ്സ് നോക്കുകയാണെങ്കിൽ ആ, ബേ, സേ, ഡേ. ABCDക്ക് ആ, ബേ, സേ, ഡേ. EFGHന് എ, എഫ്, ഗേ, ഹ. അപ്പോൾ ആ, ബേ, സേ, ഡേ, AF, ഗേ, ഹ. ഐക്ക് ഇ എന്നാണ് പറയുന്നത്. ജെയ്ക്ക് യോത്ത്, കെയ്ക്ക് ക, എല്ലിന് എൽ, എമ്മിന് എം, എന്നിന് എൻ, ഒയ്ക്ക് ഒ, പിക്ക് പേ. അപ്പോൾ ആബേസൈഡ് AF ഗേഹ ഇയോത് കായൽ MN നോ പേ. അപ്പോൾ അവിടെ വരെ എത്തിയല്ലോ. ഇനി അടുത്ത QRST, QRST. അപ്പോൾ ടീക്ക് നമ്മൾ പറയുന്നത് തേ എന്നാണ് കേട്ടോ. അപ്പോൾ ആബേസൈഡ് AF ഗേഹ ഇയോത് കായൽ MN നോ പേ, QRST. യുവിന് പറയുന്നത് ഊ എന്നാണ്. വിക്ക് ഫൗ, ഡബ്ല്യുവിന് വേ, എക്സിന് ഇക്സ് എന്നാണ്. അപ്പോൾ ഊ ഫൗ വേ, ഊ ഫൗ വേ ഇക്സ് യുപ്സിലോൺ സെറ്റ്. അപ്പോൾ UVWXYZ എങ്ങനെ പറഞ്ഞത് നോക്കാം. UVWXYZ എങ്ങനെ പറഞ്ഞത് നോക്കാം. ഊ ഫൗ വേ ഇക്സ് യുപ്സിലോൺ സെറ്റ്. പിന്നെ നമുക്ക് 4 സൗണ്ട്സ് ആണുള്ളത്. ആ സൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഉംലൗട്ട്സ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സൗണ്ട്സ് ഇൻ ജർമ്മൻ കോൾഡ് ഉംലൗട്ട്സ്. ആ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, ഊ ഉംലൗട്ട്, എസെറ്റ്. Totally ABCD AF ഗേഹ ഇയോത് കായൽ MN നോ പേ, QRST, ഊ ഫൗ വേ ഇക്സ് യുപ്സിലോൺ സെറ്റ്, ആ ഉംലൗട്ട്, ഓ ഉംലൗട്ട്, ഊ ഉംലൗട്ട്, എസെറ്റ്. ഇതാണ് നമ്മളുടെ ആൽഫബറ്റ്. ആൽഫബറ്റിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ദസ് ആൽഫബറ്റാണ്. ഈ ദർദി ദസ് ഇംഗ്ലീഷിലെ ദി ആണ് കേട്ടോ. അപ്പോൾ ദ മാൻ, ദ വുമൺ, ദ ഡോഗ്, ദ ക്യാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ ദിയെ ഇവർ ദറും ദിയും ദസ്സുമായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ആയേക്കുവാണ്. അപ്പോൾ ദർദി ദസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ദി ആണ്. അപ്പോൾ അല്ലാതെ വേറൊരു അർത്ഥം ഇല്ല അതിൽ. അപ്പോൾ നമ്മൾ ഓരോ നൗൺസ് പഠിക്കുമ്പോഴും അതിൻ്റെ ആർട്ടിക്കിൾ വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ദി ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ ദസ് ആൽഫബറ്റ് എന്നാണ്. ഓക്കെ.